എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പബ്ലിക് എക്സാമിനേഷനിൽ റെഗുലർ വിഭാഗം, അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം, അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 3:30-4 മണിയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ്, അതുപോലെ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ വഴിയാണ് റിസൾട്ട് ലഭ്യമാവുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ റിസൾട്ട് കിട്ടത്തില്ല. കാരണം ആ ഒരു വെബ്സൈറ്റ് നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം പുതുതായിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാകുന്ന ഒരു വെബ്സൈറ്റാണ് results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി, അതായത് ഓൾറെഡി കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ള വെബ്സൈറ്റാണ്, അത് അതിന് മുമ്പേ ഒക്കെ ഉള്ള വെബ്സൈറ്റ് തന്നെയാണിത്. results.kite.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ റിസൾട്ട് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേരള SSLC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കില്ല കാണുക. ഓരോ പേജിലേക്ക് പോകാനുള്ള ലിങ്കുകളായിരിക്കും കാണാൻ പറ്റുക. നിലവിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ഹയർ സെക്കൻഡറി +2 ആൻഡ് VHSC എക്സാമിനേഷൻ റിസൾട്ട് 2025 വിൽ ബി പബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്. അതായത് റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം മാത്രമേ ഇതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലിങ്കുകൾ ആ ഒരു സമയത്ത് ആ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേത് SSLCയുടേതാണ്, രണ്ടാമത്തേത് HSCയുടേതാണ്. അതായത് HSC എക്സാം റിസൾട്ട്സ് മാർച്ച് 2025 പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ VHSCയുടെ ലിങ്കും ഇതേ രീതിയിൽ കാണാം. VHSC എക്സാം റിസൾട്ട്സ് മാർച്ച് 2025 പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ ഒരു ലിങ്കിൽ, അതായത് HSCയുടെയും VHSCയുടെയും 2 ലിങ്കുകൾ ഉണ്ടാവും. അതുപോലെ SSLCയുടെ ലിങ്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ഏതിൻ്റെ റിസൾട്ടാണോ, HSCയുടേതാണോ VHSCയുടേതാണോ ഏതാണ് അറിയേണ്ടത്, അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പോകുന്ന പേജ് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് ഇതിന് മുകളിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ക്ലിക്ക് ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ പോയിട്ടുള്ള HSCയുടേതാണോ VHSCയുടേതാണോ ഏതിൻ്റേതാണോ അനുസരിച്ച് ആ ഒരു പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു വെബ്സൈറ്റ് നോക്കാം. അപ്പോൾ അടുത്തൊരു വെബ്സൈറ്റാണ് ഇതാണ്, ഈ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റിന് പകരമായിട്ട് വന്ന പുതിയ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് results.hsc.kerala.gov.in/results എന്നാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ നിലവിൽ ഇവിടെ അപ്കമിംഗ് റിസൾട്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെയും അല്ല HSCയുടെയും VHSCയുടെയും VHSC NSQFൻ്റെയും സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ 2025 എന്ന് പറഞ്ഞിട്ട് 3 ലിങ്കുകൾ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ട് വന്ന ശേഷം അത് മുകളിലായിട്ട് പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നിലവിൽ സ്ക്രീനിൽ കാണാം എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഇയറിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് HSC VHSC NSQF എന്നിങ്ങനെ 3 ലിങ്കുകൾ കാണാൻ പറ്റും സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട്. അപ്പോൾ അതിന് നേരെയായിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാകും. അവിടെ ചെക്ക് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു റിസൾട്ട് അറിയാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനായിട്ട് ഇവിടെ കൃത്യമായിട്ട് ആ ഒരു ബോക്സിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു ഏത് മാസമാണ്, ഏത് ദിവസമാണ്, ഏത് ഇയറാണ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിട്ട് പുതിയത് വരുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്, അത് മനസ്സിലാവുന്ന സമയത്ത് ഈ ഒരു ബോക്സിൽ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിയാനായിട്ട് അതിനുശേഷം ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ആ ഒരു റിസൾട്ടിന് താഴെയായിട്ട് തന്നെ കുറച്ച് ഏകദേശം റിസൾട്ട് വന്ന ഏകദേശം 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ അതിന് താഴെ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു സമയം എപ്പോഴാണ് വരുന്നത് അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ കാണുന്ന ആ ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമുണ്ട്, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള ഡൗൺലോഡ് PDF ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു രീതിയിൽ PDF ഡൗൺലോഡ് ചെയ്യുക. PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ജനുവരി 1 ആണെന്ന് വിചാരിക്കുക. ജനുവരി 1 അതായത് ജനുവരി 1 2000 ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ കൊടുത്തത് തന്നെ കാണാം. അപ്പോൾ ഇവിടെ 2 സ്ഥാനം കൊടുക്കണം. അതായത് ജനുവരി 1 ആണെങ്കിലും 01 എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ജനുവരി എന്നുള്ളത് 1 ആണെങ്കിലും അത് 1ാമത്തെ മാസമാണെങ്കിലും അവിടെ 0 എന്നുള്ള ഫോമാറ്റിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2000 അത് 2000 എന്ന് പറയുമ്പോൾ അത് വർഷമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജനനത്തീയതി കൊടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജനനത്തീയതിയുടെ ഡേറ്റിന് ഇടയിലായിട്ട് കൊടുക്കുന്ന സ്ലാഷും അതുപോലെ തന്നെ ഹൈഫണും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. കൃത്യമായിട്ട് ആ ഒരു നമ്പർ മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. അതായത് അതിൻ്റെ ആ ഒരു ഫോമാറ്റ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എന്താണ് രജിസ്റ്റർ നമ്പർ എന്നുള്ളതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പാസ്വേഡ് വരുന്നത് എന്നുള്ളത് ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സ്ലാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാസ്വേഡിൽ ആ ഒരു രജിസ്റ്റർ നമ്പറിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ആയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. ആ ഒരു സ്ലാഷും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത വെബ്സൈറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വെബ്സൈറ്റാണ് prd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ PRD എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ prd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് നിലവിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിലെന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ prd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. സഫലം 2025 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സഫലം 2025 എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഈ ഒരു വെബ്സൈറ്റ് അല്ല, ഇത് കൈറ്റിൻ്റെ വെബ്സൈറ്റിലെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സഫലം 2025 ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ SSLC എന്നുള്ളതാണ് കാണാൻ പറ്റുക. ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതുകൊണ്ടാണ് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് HSCയുടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ VHSCയുടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിലവിൽ പ്രത്യേകിച്ച് അതായത് ആ ഒരു VHSCയുടെ ആ ഒരു റിസൾട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോകുന്നത് കാണാം. HSCയുടേത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് HSCയുടേതാണ് അറിയേണ്ടതെങ്കിൽ ഇവിടെ HSC സെലക്ട് ചെയ്യുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. VHSC ആണെങ്കിൽ VHSC സെലക്ട് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് നേരിട്ടാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വെബ്സൈറ്റുകൾ വഴിയും അതുപോലെ ആപ്ലിക്കേഷനുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ iExam മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.